പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദിനതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി ദൈവം നമുക്ക് ദാനം തന്നു. ആ പ്രഭാതം കാണുവാൻ ദൈവവും ശക്തിയും ബലവും തന്നു. നന്മകൾ ചൊരിഞ്ഞെന്ന ദൈവകൃപയ്ക്ക്, ദൈവത്തിൻ്റെ എല്ലാ കരുണയ്ക്കും, എല്ലാ നല്ല ദാനങ്ങൾക്കും, നന്മകൾക്കും ദൈവത്തോട്, സർവേശ്വരനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഹൃദയത്തിനകത്ത് നിന്ന് സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആധാരമായി ഒരു ദൈവവചനം വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 1 വാക്യമാണ് വായിച്ചത്. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 1. സുപരിചിതമായ വാക്കാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് സുപരിചിതമായ വചനമാണ്. യേശു കർത്താവിൻ്റെ ഈ ലോക ഐഹിക ജീവിത സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പേ മരണമൊഴികൾ പോലെ ഈ ലോകത്തായി തീരേണ്ട എങ്ങനെയൊക്കെ വേണം എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് 14 അധ്യായത്തിൽ കാണുന്നത്. 1 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കലങ്ങിപ്പോകരുത്. നിങ്ങൾ വഴിയിൽ പേടിക്കരുത്, ശ്രമിക്കരുതെന്ന് പറയുമ്പോൾ വഴിയിൽ പേടിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഞാൻ നിങ്ങളോട് കൂടിയിരിക്കാമെന്ന് പറയുമ്പോൾ ആ പേടിക്കാൻ, ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് തമ്പുരാൻ പറയുമ്പോൾ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ കലങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഈ കലങ്ങരുത് എന്ന് പറയുമ്പോൾ ആ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ മൂലഭാഷയിൽ പറഞ്ഞ കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. ഹൃദയം കലങ്ങാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഹൃദയം കലങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിനകത്ത് യേശുവിൽ വിശ്വസിക്കണം. അതാ കർത്താവ് പറയുന്നേ, ഒറ്റയ്ക്കല്ല എന്ന്. കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്, ബലപ്പെടണം, ശക്തിപ്പെടണം. നമ്മളൊന്ന് പുറത്തേക്ക് വരണം. ഒരു പ്രതിസന്ധിക്ക് അകത്ത് വന്നു, ഹൃദയം തകർന്നു, ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള സിറ്റുവേഷൻ എത്തി, ഹൃദയം തകർന്നു പോകുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിനകത്ത് ഹൃദയം കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവിടെ നമുക്ക് വേണ്ടി ജീവൻ തന്ന് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവസിംഹാസനത്തിനടുത്തിരിക്കുന്ന ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി താണലോകത്തേക്ക് ഇറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവ്, ആ കർത്താവിനെ ഓർക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവിൻ. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഏതാ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം? ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ കലക്കം മാറി കർത്താവ് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിന് യേശുവിനെ നോക്കുവിനെന്ന വചനത്തിൽ വിശ്വസിക്കുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരിക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത്, അതാ യേശുവിന്റെ മകനായി മകളായി തീരുന്നത് മാത്രമല്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത് ദൈവമകനായി ദൈവമകളായത് മാത്രമല്ല, ഈ ലോക ജീവിതത്തിനപ്പുറം, മരണത്തിനപ്പുറം നമുക്ക് നിത്യത ഒരുക്കിയിരിക്കുന്ന സന്തോഷം, കൂടെ വാഴുന്ന സന്തോഷം. അതാ പറയുന്നേ, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഈ പാപലോകത്തിനെറിയപ്പെട്ട് നാശകരമായ നരകത്തിന് യോഗ്യരായി തീർന്നിരുന്ന നമ്മെ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഈ അപമാനം സഹിക്കാമെന്ന് തമ്പുരാൻ അഖിലാണ്ടത്തിന്റെ ഉടയവനായ സൃഷ്ടിതാവ് വിചാരിച്ചു. അതാ അപമാനം അലക്ഷ്യമാക്കി മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട്. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങാനുള്ള ഒരുപാട് സാഹചര്യം ഉണ്ടാകും, ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, പിതാവായ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്നിൽ എന്ന് കർത്താവോട് പറയുമ്പം യേശു കർത്താവ് ഭൂമിയിലായിരിക്കുന്ന കർത്താവ്,
മരിക്കുന്നതിന് മുമ്പ്, ആ പാഷന് മുമ്പ് കർത്താവ് പറയുക, നിങ്ങളെക്കുറിച്ച്, യേശു കർത്താവ് തന്നെ കുറിച്ച് ഒരു പദ്ധതി, ദൈവം തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി. അതാണ് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ആ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. അങ്ങനെ പാനപാത്രം എടുത്ത്, കാൽവരി ക്രൂശ് എന്ന പാനപാത്രം എടുത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന പിതാവ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞെ, നിന്റെ ഹൃദയം കലങ്ങി പോകരുത്. നീ വേദനിക്കും, നീ ഒറ്റപ്പെടും, കൂരിരുളിന്റെ താഴ്വര ഉണ്ടാകും, ഏകനായി സഞ്ചരിക്കേണ്ട സാഹചര്യം വരും, അപമാനമുണ്ടാകും, നിന്നെ പുച്ഛിക്കും, പരിഹസിക്കും, നിന്നെ എടുത്തെറിയും. പതറിപ്പോകരുത്, പതറിപ്പോകരുത്. അവൻ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. അതുകൊണ്ട് ഹൃദയം കലങ്ങുന്ന സാഹചര്യത്തിൽ ഹൃദയം കലങ്ങാതെ എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് വിശ്വസിക്കേണ്ടത്? കൂടെയുണ്ടെന്ന്. ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കെ പക്ഷപാതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലം ഒരുക്കിയിട്ട് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അരികിൽ ചേർത്തുകൊള്ളുമെന്ന്. കുഞ്ഞെ, നീ വിഷമിക്കരുത്. നിനക്ക് വേണ്ടി വീടുണ്ടാക്കാൻ, നിനക്ക് വേണ്ടി ഭവനമുണ്ടാക്കിയാണ് കർത്താവ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൽ ഘനമായി, നിത്യഘനമായി മാറുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നുവെന്ന്. പതറിപ്പോകരുതെന്ന്, നിരാശപ്പെട്ടു പോകരുതെന്ന്, ഒന്നുകൂടി ഒന്ന് സടകൂടെ എഴുന്നേക്കുവാൻ, ദൈവസന്നിധിയിൽ ഉറയ്ക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുക്കുവാൻ, നമ്മളെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഈ പ്രഭാതം നമുക്ക് അനുഗ്രഹമാകട്ടെ. ആ ബന്ധത്തിനകത്ത് വിശ്വസിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഏതെങ്കിലും കലക്കം ഉണ്ടാകുമ്പോൾ, സാഹചര്യം മോശമാകുമ്പോൾ വിശ്വസിച്ച് പിതാവിൽ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. യേശു കർത്താവ് വിശ്വസിക്കും, കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം കർത്താവ് വിശ്വസിക്കണം. കരങ്ങളിൽ സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ചേർന്ന പാദത്തിലേക്ക് അടുത്തു വരും, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരും. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഈ ലോക ജീവിത യാത്രയിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾ ധൈര്യപ്പെടുകയും ലോകത്തെ ജയിച്ച കർത്താവ് നിങ്ങളുടെ കൂടെയുള്ളതിനായി നന്ദി. കർത്താവിന്റെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കലകി പോകേണ്ട സാഹചര്യങ്ങൾ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുന്ന പ്രത്യാശ ഞങ്ങളുടെ അന്തരംഗത്തിൽ തന്നിരിക്കാൻ നന്ദി പറയുന്നപ്പ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കും. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സ്ഥാനത്തുകൂടെ നൽകുന്നു. ക്രിസ്തരങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവ് കൂടിയിരിക്കുന്നതിനായി നന്ദി യേശു കർത്താവേ, നന്ദി രാജാവ്. ദൈവത്തെ വിശ്വസിക്കുന്നു, പുത്രനായി ക്രിസ്തു വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വഴി നടത്തുന്നതിനായി നന്ദി. ക്രിസ്തരങ്ങളിൽ സമർപ്പിക്കും. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സകല മാനവം തുറന്നെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടി ഇരിക്കട്ടെ.